നാടകവണ്ടിയിൽ കറങ്ങി നടന്ന 500-ലേറെ പവൻ സ്വർണവും ലക്ഷക്കണക്കിന് രൂപയും കവർന്ന കള്ളൻ പിടിയിലായ വാർത്തയാണ് ഇനി. തിരുവനന്തപുരം മംഗലപുരം സ്വദേശി വേദവ്യാസ രമേശിനെയാണ് തിരുവനന്തപുരം റൂറൽ പോലീസ് പിടികൂടിയത്. കോടികളുടെ ബാങ്ക് നിക്ഷേപം ഉള്ള ഇയാളുടെ മോഷണ ശൈലിയും ജീവിത രീതിയും ആരെയും അമ്പരിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരം ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മോഷണത്തിന് പോകുമ്പോൾ ചില നടപ്പുരീതികളുണ്ട് പെരുങ്കള്ളൻ വേദവ്യാസ രമേശൻ. 10 പവന്റെ മാല കഴുത്തിൽ ധരിക്കും. ചെറിയ വാഹനത്തിൽ പോയാൽ ആളുകൾ സംശയിക്കുമെന്നതിനാൽ മോഷണത്തിനിറങ്ങുന്നത് നാടകവണ്ടിയുമായി. ഒരു ദിവസം തന്നെ സമീപ പ്രദേശത്തെ ഒന്നിലധികം വീടുകളിൽ മോഷണം നടത്തുന്നതാണ് രമേശന്റെ രീതി. ആദ്യ മോഷണം നടക്കുന്ന വീട്ടിൽ പോലീസ് എത്തുമ്പോൾ സമീപ പ്രദേശത്തെ നിരവധി വീടുകളിൽ ഒരുമിച്ച് മോഷണം നടത്തും. ആദ്യ മോഷണം നടത്തുന്ന വീട്ടിൽ പോലീസും നാട്ടുകാരും എത്തുമ്പോൾ സമീപ പ്രദേശത്തെ നിരവധി വീടുകളിൽ തുടർച്ചയായി മോഷണം നടത്തും. ആദ്യ വീട്ടിൽ നിന്നും എടുക്കുന്ന കോട്ടൺ തുണി അവസാന വീട്ടിൽ വെള്ളത്തിൽ നനച്ചുപേക്ഷിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും സമ്പാദ്യശീലമുള്ളവനാണ് വേദവ്യാസ രമേശൻ. മോഷ്ടിക്കുന്ന തുക ചിറയൻകീഴ് KSFയിൽ ചിട്ടിയടയ്ക്കും. പ്രതിമാസം 4.5 ലക്ഷം രൂപ അടവുള്ള 17 ചിട്ടികളാണ് രമേശനുള്ളത്. രമേശിന്റെ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്ത പോലീസിന്റെ കണ്ണു തള്ളി. 3.5 കോടിയിലേറെ രൂപ വരും ഈ പെരുങ്കള്ളന്റെ ബാങ്ക് ബാലൻസ് മാത്രം. 1.5 വർഷം കൊണ്ട് 100-ലധികം വീടുകളിൽ നിന്ന് 500-ലേറെ പവൻ സ്വർണവും 8 ലക്ഷം രൂപയുമാണ് രമേശൻ കവർന്നത്. കുപ്രസിദ്ധ കുറ്റവാളിയെ പിടികൂടാനായത് തിരുവനന്തപുരം റൂറൽ പോലീസിന് അഭിമാനകരമായ നേട്ടമാണെന്ന് SP ഷഫീൻ അഹമ്മദ് പറഞ്ഞു. മാസം 4 തൊട്ട് 5 ലക്ഷം രൂപ വരെ ചിട്ടി കിടക്കുന്നു. പിന്നെ സ്ഥലം പ്രോപ്പർട്ടി വാങ്ങിച്ചിടുക, പിന്നെ കുറച്ച് പൈസ ബാങ്കിലിടുക, പിന്നെ കുറച്ച് സ്വർണം എമർജൻസി എടുക്കാൻ വേണ്ടി കുഴിച്ചിടുക. ഇത്തരത്തിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുള്ളൊരു കള്ളനാണ്. റൂറൽ SPയുടെ ഷാഡോ സംഘവും കാട്ടാക്കട CA മനോജും ഉൾപ്പെട്ട സംഘമാണ് തിരുവനന്തപുരം മംഗലപുരം സ്വദേശി രമേശിനെയും സഹായി സെന്തിലിനെയും പിടികൂടിയത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ കുറച്ച് പാടുപെടും. കർശന നിർദ്ദേശങ്ങളുമായാണ് അധികൃതർ എത്തിയിരിക്കുന്നത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിച്ച് പരിചയമുള്ളവർക്ക് മാത്രമേ ലൈസൻസ് നൽകാവൂ എന്നാണ് പുതിയ നിർദ്ദേശം. പെൺകുട്ടികൾക്ക് 21 വയസ്സും ആൺകുട്ടികൾക്ക് 20 വയസ്സുമായാൽ മാത്രമേ ലൈസൻസ് നൽകൂ. സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് TK ചന്ദ്രശേഖരൻ ദാസ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനുള്ള കുറഞ്ഞ പ്രായപരിധി ഉയർത്തണമെന്നതാണ് കമ്മീഷന്റെ പ്രധാന ശുപാർശ. പുരുഷന്മാർക്ക് 20 വയസ്സും സ്ത്രീകൾക്ക് 21 വയസ്സാക്കണമെന്നാണ് നിർദ്ദേശം. നിലവിൽ 18 വയസ്സാണ് പ്രായപരിധി. കുറഞ്ഞത് 50 മണിക്കൂറെങ്കിലും വാഹനമോടിച്ച് പരിശീലിച്ചവർക്ക് മാത്രമേ ലൈസൻസ് നൽകാവൂ എന്നും ശുപാർശയിലുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ബാക്കി അതിൻ്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് ഫൈനൽ തീരുമാനമെടുക്കാൻ കഴിയൂ. ഏതായാലും ഗവൺമെൻറ് മുമ്പിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഗൗരവതരമായി പരിശോധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കായി സ്റ്റുഡൻസ് ലൈസൻസ് ഏർപ്പെടുത്തണം. ലൈസൻസുകളിൽ സ്റ്റുഡൻസ് വെഹിക്കിൾ എന്നും രേഖപ്പെടുത്തണം. ഇത്തരം ലൈസൻസ് ഉള്ളവർക്ക് വിദ്യാലയങ്ങളിലേക്ക് പോകുവാൻ മാത്രമേ വാഹനം ഓടിക്കാൻ അനുമതിയും ഉണ്ടാകൂ. ഹെവി ലൈസൻസ് ഉള്ളവർക്കായി പബ്ലിക് ട്രാൻസ്പോർട്ട് ലൈസൻസ് വിഭാഗം ആരംഭിക്കണം. 10 മാസത്തെ പരിശീലനത്തിനു ശേഷം മാത്രമേ ഹെവി ലൈസൻസ് നൽകാവൂ എന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. 720 അപകട സ്ഥലങ്ങൾ സംസ്ഥാനത്തുള്ളതായും കമ്മീഷൻ കണ്ടെത്തി. ഈ സാഹചര്യത്തിൽ റോഡ് സുരക്ഷാ കമ്മീഷൻ രൂപീകരിക്കണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. സംസ്ഥാനത്ത് 2000 കിലോമീറ്റർ സഞ്ചരിച്ച് പഠനം നടത്തിയാണ് കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് ബസ് ഇടിച്ച് യുവതി മരിച്ച സംഭവത്തിൽ ഡ്രൈവറെയും കണ്ടക്ടറെയും സസ്പെൻഡ് ചെയ്തു. നടപടി ആവശ്യപ്പെട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. ബസ് ഇടിച്ച അമ്മയെയും കുഞ്ഞിനെയും കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊല്ലം നിലമേൽ സ്വദേശിനി മഞ്ജുഷ തിരുവനന്തപുരം KSRTC ബസ് ടെർമിനലിൽ വെച്ച് KSRTC ബസ് ഇടിച്ച് മരിച്ചത്. ബസ് ജീവനക്കാരുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നും അപകടത്തിൽപ്പെട്ട മഞ്ജുഷയെ തക്ക സമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ KSRTC അധികൃതർ തയ്യാറായില്ലെന്നും ആരോപിച്ച് മഞ്ജുഷയുടെ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും KSRTC ബസ് ടെർമിനലിലേക്ക് പ്രതിഷേധവുമായി എത്തി. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും മഞ്ജുഷയുടെ ഭർത്താവിന് KSRTCയിൽ ജോലി നൽകണമെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി V ശിവൻകുട്ടി MLAയും സ്ഥലത്തെത്തി. 1 മണിക്കൂറോളം സമയം മഞ്ജുഷയുടെ മൃതദേഹവുമായി പ്രതിഷേധക്കാർ ബസ് ടെർമിനലിൽ തുടർന്നു. പിന്നീട് V ശിവൻകുട്ടി MLA ഗതാഗത മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ഫോണിൽ ചർച്ച നടത്തിയതോടെയാണ് പ്രതിഷേധത്തിന് അവസാനമായത്. സംഭവത്തിൽ KSRTC MDയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും V ശിവൻകുട്ടി MLA പറഞ്ഞു. മരിച്ചുപോയ കുട്ടിയുടെ ഭർത്താവ് രാജീവിന് ഒരു ജോലി KSRTC കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. 2 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 15 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവണം. ഇതെല്ലാം ഒരു റിപ്പോർട്ട് വാങ്ങിയ ശേഷം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പറഞ്ഞു. അതേസമയം അപകടം വരുത്തിയ ബസ്സിലെ ഡ്രൈവറെയും കണ്ടക്ടറെയും KSRTC വിജിലൻസ് വിഭാഗം സസ്പെൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ 5 ദിവസത്തേക്ക് അഗളി പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു. പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. തന്നെ വ്യാജ ഏറ്റുമുട്ടലിൽ വധിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് രൂപേഷ് കോടതി മുമ്പാകെ പറഞ്ഞു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ രൂപേഷും 11-അംഗ മാവോയിസ്റ്റ് സംഘവും അട്ടപ്പാടി ചെമ്മണ്ണൂർ സ്വദേശിയായ ദുരൈരാജിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. ഊരുകളിലേക്കുള്ള വഴിയും മല്ലീശ്വരൻ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളെക്കുറിച്ചും ഇയാളെ ഭീഷണിപ്പെടുത്തി പറയിച്ചെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. അന്ന് കാട്ടിൽ ആയുധമുപേക്ഷിച്ച് രൂപേഷ് കടന്നുകളഞ്ഞതായാണ് പോലീസ് സംശയിക്കുന്നത്. അതുൾപ്പെടെയുള്ള തുടർ നടപടികൾക്കായി 10 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് അഗളി ഡിവൈഎസ്പി കോടതിയോട് ആവശ്യപ്പെട്ടത്. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച പാലക്കാട് ജില്ലാ കോടതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിവരെ രൂപേഷിനെ കസ്റ്റഡിയിൽ വിട്ടു. അട്ടപ്പാടിയിലെ ലഘുലേഖ വിതരണം, മുക്കാലി ഫോറസ്റ്റ് ഓഫീസിന് തീയിട്ട സംഭവം തുടങ്ങി 19 കേസുകളിൽ കൂടി രൂപേഷിന്റെ പങ്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി വിശദമായ തെളിവെടുപ്പിന് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് തയ്യാറല്ല. സാക്ഷികളെ വിളിച്ചു വരുത്തി തിരിച്ചറിയൽ പരേഡിന് സമാനമായ രീതിയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ആദ്യ ദിവസം വിശദമായ ചോദ്യം ചെയ്യുന്ന ശേഷമാവും തെളിവെടുപ്പ് നടക്കുക. അതേസമയം കസ്റ്റഡിയിൽ വിടരുതെന്നും അപായപ്പെടുത്താൻ പോലീസ് നീക്കം നടത്തുന്നുണ്ടെന്നും രൂപേഷ് കോടതിയിൽ ആവർത്തിച്ചു. രൂപേഷിന്റെ മക്കളായ ആമിയും സവേരയും കോടതിയിലെത്തിയിരുന്നു. കോടതി അനുമതിയോടെ ഇരുവരും രൂപേഷിനോട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. വെള്ളാപ്പള്ളി നടേശന്റെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിന് കൂടുതൽ തെളിവുകൾ. നിയമലംഘനങ്ങൾക്കൊപ്പം വൻതുക പലിശ ഈടാക്കുന്നതായും രേഖകൾ പീപ്പിളിന് ലഭ്യമായി. SNDP യോഗത്തിന്റെ പേരിൽ നടേശൻ നടത്തുന്ന തട്ടിപ്പുകൾ അന്വേഷിക്കണമെന്ന ആവശ്യം ശ്രീനാരായണ ധർമ്മവേദിയും ശക്തമാക്കി. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. SNDP യോഗത്തിന്റെ സ്വത്ത് പണയപ്പെടുത്തി ബാങ്കിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് കടമെടുക്കുകയും വൻതുക പലിശ ഈടാക്കി വിതരണം ചെയ്യുകയും ചെയ്തതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന പലിശ നിരക്കിലാണ് പണം മറ്റുള്ളവർക്ക് നൽകുന്നത് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാദം പൊള്ളയാണെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു. 2004-ൽ മലനാട് SNDP യൂണിയൻ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ കടമെടുത്തതിന്റെ രേഖകളാണിത്. 8% പലിശയ്ക്ക് ബാങ്ക് നൽകിയ പണം 10% സ്വയം സഹായ സംഘങ്ങൾക്ക് നൽകുകയും സംഘം പണം വ്യക്തികൾക്ക് നൽകുന്നതിലൂടെ വൻതുക ഈടാക്കുകയും ചെയ്യുന്നു. കൂടാതെ ബാങ്കുമായുണ്ടാക്കിയ കരാറിലൂടെ അംഗങ്ങളിൽ നിന്ന് വൻതുക ഈടാക്കുന്നതായും ആക്ഷേപമുണ്ട്. ശ്രീനാരായണ ധർമ്മവേദി സംസ്ഥാന വൈസ് ചെയർമാൻ KK പുഷ്പാങ്കദൻ. ബാങ്കുമായിട്ട് വെച്ചൊരു കണ്ടീഷൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ബാങ്ക് പറയുന്നുണ്ട് ഡെയിലി ബാലൻസ് എത്ര രൂപയുണ്ടോ ബാങ്ക് ബാലൻസ് അത് കണക്കാക്കി ഈ അംഗങ്ങളുടെ നിന്ന് പലിശ ഈടാക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 5 വർഷത്തേക്ക് കൊടുത്ത പണം ഏതാണ്ട് 24% പലിശയോളം ഈ ബാങ്കിന് അടച്ചിട്ടുണ്ട്. കാരണം ഇത് 1 വർഷത്തേക്കാണ് കുടുംബ യൂണിറ്റുകൾക്ക് ഈ പണം യൂണിയനുകൾ കൊടുക്കുന്നത്. പക്ഷേ ലോൺ കിട്ടിയിരിക്കുന്ന 5 വർഷത്തേക്കാണ്. അത് മറച്ചു വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അംഗങ്ങളുടെ ഫലത്തിൽ 24% പണം ഈടാക്കുന്നു. ഇത് മണി ലെൻഡിങ് ആക്ടിൻ്റെ സീരിയസ് ആയ വയലേഷമാണ്. SNDP യോഗവും SN ട്രസ്റ്റും ചേർന്ന് മൈക്രോ ക്രെഡിറ്റ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനം തുടങ്ങാനുള്ള 2003-ലെ തീരുമാനം വെള്ളാപ്പള്ളി നടേശൻ അട്ടിമറിച്ചത് സാമ്പത്തിക ക്രമക്കേടുകൾ മറച്ചുവെക്കാനായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് നിയമ നടപടിക്കൊരുങ്ങുകയാണ് ശ്രീനാരായണ ധർമ്മവേദി. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്.